കോഫി. പ്ലീസ്. ഡെയ്സിയാണോ ഇതൊക്കെ ചെയ്തത്? സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പറന്നു വന്നാ ഇതൊക്കെ ചെയ്തത്. ഡെയ്സി എന്നെ കളിയാക്കുകയാണോ? ഞാനാ ചെയ്തത്. ഇനി ഈ മുറി ഇങ്ങനെ വേണം ഇരിക്കാൻ. എന്റെ ചെരുപ്പ് തുടയ്ക്കാനും തുണി കഴുകാനുമുള്ളതല്ല ഈ കൈകൾ. ചേട്ടാ, കൊച്ചുനാളിൽ ചേട്ടൻ എന്റെ ചെരുപ്പ് തുടച്ചു തന്നിട്ടില്ലേ? തുണി കഴുകി തന്നിട്ടില്ലേ? ഞാൻ ഈ ബംഗ്ലാവിലെ വേലക്കാരനല്ലേ? ചേട്ടൻ ഇപ്പോഴും അങ്ങനെയാണോ കരുതുന്നത്? എന്നാൽ ഞാൻ ഈ മുറിയിലെ ജോലിക്കാരിയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് പ്രായമായൊരു പെണ്ണാണ്. ജീവിതത്തിൽ പലതും പഠിക്കേണ്ടവളാണ്. ഡെയ്സി, ഞാൻ പറയുന്നു കേൾക്കൂ. ഒന്നും പറയണ്ട. കോഫി കുടിച്ചിട്ട് വന്ന് കുളിക്ക്. വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്. സ്ഥലവും കാണുന്നില്ലല്ലേ? ആ വാടി കാക്ക് ഇവിടെ ഇരിക്കാം. അല്ല, ഇതാര്? രാഘവ് സാറോ? എങ്ങോട്ട് പോവാ? എവിടെയും പോകുന്നില്ല. പിന്നെ വണ്ടി കയറി എന്തിനാ? അറിഞ്ഞിട്ട് എന്ത് വേണം? പഴയ ആളുകളെ കണ്ടിട്ട് പുള്ളിക്കാരനെ പിടിച്ചില്ല. ചില നേരത്ത് കണ്ണേ കരളേന്നൊക്കെയാ വിളിക്കുന്നേ. അല്ലെങ്കിൽ യൗമാരൊക്കെ ഇങ്ങനെയാടി. സാർ, എന്താ വരാ? എന്താ ഡാഡി? ബാലിനെ ഡ്രൈവറായി നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണിത്. ഐ സീ. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. എല്ലാം സാറിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഡെയ്സി. നോ നോ നോ, ഡ്യൂട്ടിയിൽ കറക്റ്റ് ആയിരുന്നു കൊണ്ടാണ് നിനക്ക് ഇപ്പോഴും പോസ്റ്റ് കിട്ടി. ഐ എം വെരി പ്രൗഡ് ഓഫ് യു ബാലൻ. എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം ഇത് മാത്രമായിരുന്നു സാർ. സാധാരണ ഷണ്ടിങ് പോസ്റ്റും ഗുഡ്സും കഴിഞ്ഞ് ലൈൻ ഷിഫ്റ്റ് കിട്ടാറുള്ളൂ. നിനക്ക് തുടക്കത്തിലെ അതിന് തന്നെ ഓർഡർ കിട്ടിയിരിക്കുന്നു. ഡാഡി, ഈ സന്തോഷത്തിന് നമുക്കൊരു പാർട്ടി നടത്തണം. യെസ്, ആദ്യത്തെ പാർട്ടി എന്റെ വക. ഡെയ്സി, ഗെറ്റ് എ ഗ്ലാസ്. Come on. Come on, man. സാർ, ഞാൻ Come on. Cheers. Cheers. അവിടെ ഒഴിക്കേ. അവിടെയും കുറച്ച് ഒഴിച്ചേ. എനിക്കും ബാലനും നിലമ്പൂർ ലൈനാണ് കിട്ടിയിരിക്കുന്നത്. നാളെ തന്നെ ഡ്യൂട്ടി കയറണം. വളച്ചോളെ നിരീച്ചോണ്ട് കേറിക്കോളേ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ റാണി ഇവിടെ ആക്കിയിട്ട് പോകുന്നത് ബുദ്ധിമുട്ടാവില്ലല്ലോ നമുക്ക്? ബുദ്ധിമുട്ടാണ്. രാഘവൻ ഇത്രയും നാളായിട്ട് നമ്മളെ പുടി കിട്ടിയിട്ടില്ല അല്ലേ? നമ്മൾ എച്ചിൽ ഗ്ലാസ് കഴിവുന്നവരാണെങ്കിലും നമ്മുടെ കൽബിൽ എച്ചിലില്ല. അതുകൊണ്ടല്ലേ എന്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പൊന്നു മോളെ, നമ്മൾ ഉയരിന്റെ ഉയര് പോലെ നോക്കിക്കൊള്ളാം. അച്ഛൻ പോയിട്ട്
സൈനബാ, നീ അകത്ത് പോയി ആ പഞ്ചാരയുടെ പാട്ടം എടുത്തോണ്ട് വാ. എന്തിനാ നമുക്ക് പഞ്ചസാര? ആദ്യമായിട്ട് ഡ്രൈവറായിട്ട് വണ്ടി കയറാൻ പോയില്ലേ, അതിനു മുമ്പായിട്ട് ഇമ്മിണി മധുരം കഴിച്ചോണ്ട് വേണം കയറാൻ. പഴത്തോ നല്ലത് വരട്ടെ. നമുക്ക് ഞാൻ വരട്ടെ. മോക്ക് പഞ്ചാര വേണ? നിനക്ക് പഞ്ചാര കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. കൊടുക്കാൻ ഡോക്ടർ പറയരുത് പഞ്ചാര കഴിച്ചോണ്ടാണ് നിന്റെ പാത്രത്തിന് കുഴപ്പമുണ്ടായെന്ന്. മിണ്ടാണ്ടിരിക്കും. ആ ഭാഗമൊക്കെ സരോജിനി, നീ അപ്പുറത്ത് പോയിരുന്നു. വണ്ടി നിൽക്കുമ്പോ നീ ആദ്യം ഇറങ്ങണം. ഞാൻ ഈ ചാക്ക് കെട്ട് ജനലിൽ എടുത്ത് തന്നേക്കാം. ആരടി ഈ ചാക്കേട്ട്? ഇതിന് ഉടമസ്ഥനില്ലേ? എന്നാ ഇതെടുത്തോണ്ട് ആരാ പുറത്തിറങ്ങുന്നൊന്ന് കാണാമല്ലോ. ആത്മവിദ്യാലയമേ സാറേ. കണ്ണ് കാണാൻ വയ്യാത്തവനാണ്, എന്തെങ്കിലും തരണേ. അവനിൽ ആത്മവിദ്യാലയമേ സാറേ. രണ്ട് കണ്ണും കാണാത്തവനാണ്, എന്തെങ്കിലും തരണേ സാറന്മാരെ. ചുറ്റത്തി ബാമ്പ് വീണപ്പോ പോയതാണ് സാറേ. എടാ കുഞ്ഞപ്പ, ചാരായം പോലീസുകാരൻ കണ്ടു. വണ്ടി സ്റ്റേഷനിൽ ചെല്ലുമ്പോ നീ അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഞാൻ ഏറ്റ്. ആത്മവിദ്യാലയമേ ആഴനിലയില്ല സാറേ. എന്തെങ്കിലും തരണേ. എന്താടാ കണ്ണു കണ്ടുവിടണം? എന്തോ കൊണ്ടല്ലോ. അടിക്കല്ലേ സാറേ, പാവങ്ങളാ, കണ്ണ് കണ്ടുകൂടാ. സാർ ക്ഷമിക്കും. സാർ ചെല്ലു. എടാ ജീവനെ കൊണ്ട് ഓടിക്കാ കരിയാപ്പില്ലേ? പുറകെ വിട്ടോ. ചേട്ടാ ഈ ചാക്കിട്ട് ആരെടുത്തു? ലേലത്തിന്റെ ചുമതല തനിക്കല്ലേ, പിന്നെ താനെന്തിനാ പേടിക്കുന്നേ? പേടിച്ചിട്ടല്ല, സായിപ്പിന്റെ ലെറ്റർ ഇല്ലാതെ പാർട്ടിക്ക് എങ്ങനെ സാധനങ്ങൾ വിട്ടുകൊടുത്തു എന്ന് ചോദ്യം വന്നാൽ ഞാൻ കുടുങ്ങും. ലെറ്റർ ഞാൻ ശരിപ്പെടുത്തി തന്നാ പോരെ? സായിപ്പ് ഒപ്പിടുവോ? ഉപ്പ് ഞാനിട്ട് തരാവുള്ളൂ. സായിപ്പിന്റെ ഒപ്പേ എനിക്ക് കാണാ പാഠമാണ്. ഇതൊന്നും ശരിയായാൽ നമ്മുടെ സായിപ്പിന്റെ പേരിൽ കൈക്ക് ഒലിക്ക് എൻക്വയറി വരും. സായി പ്ലാറ്റ്ഫോറത്തിൽ തെക്കു വടക്ക് നടക്കുന്നത് നമുക്ക് കാണാം. What is this, Balan? എനിക്കിന്ന് ആദ്യമായി ശമ്പളം കിട്ടിയ ദിവസമാണ്. I am glad. Very, very glad. ദയവ് ചെയ്ത് അങ്ങ് ഇത് സ്വീകരിക്കണം. ഇതൊക്കെ എന്തിനാണ് ബാല? ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രതിഫലത്തിന് വേണ്ടിയല്ല, സ്നേഹത്തിന് വേണ്ടിയാണ്. സാർ, അനാഥനായ എന്നെ ഈ നിലയിൽ എത്തിച്ചത് അങ്ങാണ്. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇതുകൂടി അങ്ങ് വാങ്ങണം. ശമ്പളമായിരിക്കും. അതെ സാർ.
ഫയർമാൻ ആയിരുന്ന കാലത്ത് നിനക്ക് കിട്ടിയിരുന്ന ശമ്പളം നിന്റെ ചെലവുകൾക്ക് ഏതൊക്കെയുമായിരുന്നു. ഇനി നീ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നിന്റെ ഫ്യൂച്ചറിന് വേണ്ടി മിച്ചമുള്ള കാശ് സേവ് ചെയ്യണം. സാർ, എത്രയൊക്കെ രൂപ ഞാൻ ബാങ്കിലിട്ടാലും അങ്ങയിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തെക്കാൾ വലിയൊരു സമ്പാദ്യം എനിക്കുണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കും. കീപ് ദിസ് മണി വിത്ത് യു. സാർ, ഇത് ഞാൻ ഡെയ്സിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതെന്തിനാ എന്റെ കൈ തരുന്നത്? ഡെയ്സി, എന്താ ഡാഡി? മോളെ, ബാലിന് ആദ്യമായി ശമ്പളം കിട്ടിയ സന്തോഷത്തിന് എന്തൊക്കെയോ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇതാ ഡെയ്സി. താങ്ക് യു. She won't sleep today. Well, I will open this bottle too. എന്താ ഇത്? എഞ്ചിനീയർ ഡാനിയൽ കൈക്കൂലി വാങ്ങിച്ചെന്ന്. എനിക്ക് സസ്പെൻഷൻ ഓർഡർ. എന്താ ഡെയ്സി? ഡാഡിക്ക് സസ്പെൻഷൻ. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ കൈക്കൂലി വാങ്ങിച്ചു? അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്കില്ല അറിയില്ല. ഡാഡി, Lord, tell me, my Lord, ഡാനിയൽ കൈക്കൂലി വാങ്ങിയോ? 30 വെള്ളിക്കാശിന് വേണ്ടി നിനക്ക് കുരിശും മുൾക്കിരീടവും തന്ന യൂദാസുകൾ ഇന്നും എവിടെയുണ്ട്? ഇതാ അവരുടെ കുറ്റപത്രം എന്റെ ദേവിയും വന്നിരിക്കുന്നു. Tell me, Lord, am I guilty? Am I guilty? ഡാഡി, നീതികേടിന് കൂട്ടുനിൽക്കാത്തതാണ് എന്റെ തെറ്റ്. നീചന്മാരുടെ വലയിൽ വീഴാത്തതാണ് എന്റെ കുറ്റം. അങ്ങ് സമാധാനമായിരിക്കണം. നോ, സത്യമുള്ളവന് ഈ ലോകത്ത് സമാധാനമില്ല. നിന്നേക്കാൾ പരിശുദ്ധനാണ് ഞാൻ. ഈ പട്ടികളുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങില്ല. Never. Never. I'm Daniel. ഇപ്പൊ ഡാനിയൽ സാഹിബിന്റെ ഗതി എന്തായടാ? ഞാൻ അടലിപ്പാമ്പാണെന്ന് അവൻ അറിഞ്ഞില്ല. കടിച്ചാൽ 7-ാം ദിവസം വിഷം കയറും. ദ്രോഹി, നീ എന്നെ കൈക്കൂലിക്കാരനാക്കിയല്ലേ? കൈക്കൂലി വാങ്ങിയത് കൊണ്ടല്ലേ ഡിജിറ്റൽ സാർ മേശയിൽ നിന്നും പണം കണ്ടെടുത്തത്? Bloody fool! നിന്റെ തന്ത കൊണ്ടുവച്ചതായിരിക്കും ആ പണം. ഈ ഓഫീസ് ഇപ്പോൾ എന്റെ ചാർജിലാണ്. കുടിച്ചുകൊണ്ടൊന്നും ഇവിടെ വഴക്കുണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിപ്പിക്കും. അങ്ങ് വീട്ടിലേക്ക് പോണം. ഞാൻ പോകില്ല. കൽക്കരിയുടെയും തീയുടെയും ഗന്ധമുള്ളതാണ് എന്റെ ചോര. എന്റെ അവസാനം ഇവിടെ തന്നെയാണ്. പാല, ഈ മനുഷ്യനെ വിളിച്ചോണ്ട് പോകും. ഇല്ലെങ്കിൽ താൻ എന്തു ചെയ്യും? എടോ, നിങ്ങളുടെ എല്ലാം സാമർഥ്യം കൊണ്ട് ഇദ്ദേഹം സസ്പെൻഷനിലായി. ചിലപ്പോൾ ഡിസ്മിസും ചെയ്തേക്കും. ചിലപ്പോൾ അത് തന്നെ നടക്കത്തുള്ളൂ. പക്ഷേ ഞാനുള്ള കാലത്തോളം ഈ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ചോറ് തന്നെ അദ്ദേഹം ഉണ്ണും. ഐ ആം ഡിപ്രസ്ഡ്. എനിക്ക് ജീവിതം മതിയായി ബാല. ഞാൻ ഡിപ്പാർട്ട്മെന്റിനെ എന്റെ കുടുംബത്തെക്കാൾ സ്നേഹിച്ചാണ്. അതിന്റെ കൂലിയായിരിക്കും. സാർ, അങ്ങ് വിഷമിക്കരുത്. ഗ്രഹണത്തിന് തലവെക്കുന്ന കുറെ നീർക്കോഴികൾ കൊണ്ടുവരും. അവന്മാരുടെ മുമ്പിൽ അങ്ങ് കൈക്കൂലിക്കാരനായിരിക്കാം. പക്ഷേ മറ്റു ജീവനക്കാർക്ക് അങ്ങ് ആരാണ് നല്ലതുപോലെ അറിയാം. വരണം, വരാനാ പറഞ്ഞത്.